കേരള എൻജിഒ അസോസിയേഷൻ പെരുമ്പാവൂർ ബ്രാഞ്ചിന്റെ 51ാമത് വാർഷിക സമ്മേളനം പെരുമ്പാവൂർ ഇന്ദിരാഭവനിൽ നടന്നു. പെരുമ്പാവൂർ ഇന്ദിരാഭവനിൽ നടന്ന വാർഷിക സമ്മേളനം ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി KM വിനോദ് സ്വാഗതം പറഞ്ഞു. ബ്രാഞ്ച് പ്രസിഡന്റ് EP ജയൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 10 വർഷമായി സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയും കിട്ടിക്കൊണ്ടിരുന്നവ തടഞ്ഞുവെക്കുകയും ചെയ്തിരിക്കുകയാണ് സർക്കാരെന്നും ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സംഘടനയായ NGO അസോസിയേഷനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ട് കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു കിരാതവാഴ്ച, ആ കിരാതവാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളം കണ്ടതിൽ വച്ച് ഏറ്റവും ധിക്കാരിയായിട്ടുള്ള ഒരു ഭരണാധികാരിയെ അടിച്ച് പുറത്താക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ജീവനക്കാരെ ഏതൊക്കെ രൂപത്തിൽ ഉപദ്രവിക്കാമെന്ന് ഗവേഷണം നടത്തിയ ഒരു ഭരണാധികാരി 10 വർഷക്കാലം ജീവനക്കാരെ നെട്ടോട്ട് ഓടിച്ചു. അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം നശിപ്പിച്ചു, എല്ലാം തടഞ്ഞു വെച്ചു, പിടിച്ചെടുത്തു. കിഴക്ക് മഴക്കാർ വെച്ചാലും ജീവനക്കാർക്ക് പേടിയാ. ശമ്പളത്തിന്റെ കാര്യത്തിൽ അത് പിടിക്കും. എന്ത് പ്രശ്നം വന്നാലും ആദ്യം ജീവനക്കാരുടെ കുത്തിനാണ് പിടിക്കുന്നത്. എന്നാൽ അവർക്ക് കൊടുക്കാനുള്ളത് ആ സമയാസമയങ്ങൾ കൊടുക്കണം. അതവർ ചെയ്യുന്നില്ല. ഒരു രീതിയിലും ജീവനക്കാരെ ജീവിക്കാൻ സമ്മതിക്കാത്ത വിധം അത്രമേൽ ഉപദ്രവിച്ച ഒരു ഭരണം ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. NGO സംസ്ഥാന സെക്രട്ടറി KP ജാഫർ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള NGO അസോസിയേഷൻ സംസ്ഥാനത്തുടനീളം അതിന്റെ ബ്രാഞ്ച് കമ്മിറ്റികൾ 51ാമത് വാർഷിക സമ്മേളനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 51 വർഷം കേരള NGO അസോസിയേഷൻ പൂർത്തീകരിക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിന്റെ സിവിൽ സർവീസ് മേഖലയിൽ NGO അസോസിയേഷൻ നേരിട്ട കുറെ കഷ്ടപ്പാടുകളുടെയും കുറെ യാതനകളുടെയും പരിണിത ഫലം വരുന്ന തിങ്കളാഴ്ച രാവിലെ ഒരു 11 മണിയോടുകൂടി നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. കേരളത്തിലെ മുഴുവൻ ദൃശ്യ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും അതിനേക്കാളുപരി ഇന്നലെ പുറത്തു വന്ന എക്സിറ്റ് പോളും അടക്കം നമുക്ക് ആശ്വാസകരമാകുന്ന ചില തീരുമാനങ്ങൾ പ്രഖ്യാപിച്ച് ആ ഒരു ആവേശത്തിലും സന്തോഷത്തിലുമാണ് നമ്മൾ ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും NGO അസോസിയേഷന്റെ പ്രവർത്തകന്മാർക്ക് മാത്രം ചില സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഒരുപക്ഷെ NGO യൂണിയൻകാരനും ജോയിന്റ് സ്കൂൾസുകാരനും അത്തരത്തിലൊരു സംശയം ഇല്ല. കാരണം അവനവന്റെ പുസ്തകങ്ങളും അവന്റെ അക്കൗണ്ടുകളും അവന്റെ എല്ലാവിധ ഗുണ്ടാ പരിപാടികളും മാറ്റിവെച്ച് വരുന്ന 5 വർഷക്കാലത്ത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു സീറ്റിൽ ഇരുന്ന് തന്റെ സേവനം പൂർത്തീകരിക്കണം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴും അസോസിയേഷൻകാരനെ സമ്മേളനത്തിൽ വിളിച്ചാൽ, അസോസിയേഷൻകാരനെ ഒരു സംഘടനാ പ്രക്ഷോഭ പരിപാടി വിളിച്ചാൽ സീറ്റിൽ നിന്ന് എണീക്കാൻ ഇപ്പോഴും പേടിയാണ്, അല്ലെങ്കിൽ ഒരു മടിയാണ്. കാരണം 4-ാം തീയതി റിസൾട്ട് അല്പം മാറിയാൽ വീണ്ടും ഞാൻ എങ്ങനെ ഈ ഓഫീസിൽ തന്നെ അതല്ലെങ്കിൽ ഈ കസേരയിൽ തന്നെ ഇരിക്കും എന്നൊരു സംശയമുള്ള ആളുകളാണ് നമ്മളിൽ പലരും. NGO ജില്ലാ പ്രസിഡന്റ് MA ബേബി, NGO ജില്ലാ സെക്രട്ടറി ബേസി ജോസഫ് തുടങ്ങി നിരവധി പേർ ആശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.